ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ കൊട്ടേക്കാട് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വെയിലുണ്ടായിരുന്നു, അത് കാരണം നമ്മുടെ മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഉമ്മറം കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരക്കില്ല എന്നാണ് വിചാരിച്ചത് കേട്ടോ. ബട്ട് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ അങ്ങനെ ഇത് നമ്മൾ അമ്പലത്തിൽ തൊഴുത് അങ്ങനെ വന്ന് മിണ്ടാതിരുന്നു. അമ്പലം ആയ കാരണം വളരെ നിശബ്ദമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി അമ്പലമൊക്കെ ഒന്ന് വലം വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്. അങ്ങനെ തൊഴുതി നിന്നപ്പോഴായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം സൈലൻ്റ് ആയി ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോഴായിരുന്നു അമ്പലത്തിൽ മണി അടിച്ചത്. അപ്പോൾ അങ്ങനെ ഇതേ പ്രസാദമൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദനവും ഒക്കെ വാങ്ങി അമ്മ തിരിച്ചു വന്നു. പിന്നെ ഈ ലൈൻ നിൽക്കുന്നത് പായസം വാങ്ങാനാണ് കേട്ടോ. അങ്ങനെ പായസം വാങ്ങി നമ്മൾ വീട്ടിൽ പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോകുന്നത് വീട്ടിലേക്കല്ല കേട്ടോ, ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വെയിലും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് കല്യാൺ സിൽക്സിക്കാണെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മൾ പോയത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. നേരെ പോണ വഴിക്ക് ഒരു ചെരുപ്പ് കട കണ്ടു. നമ്മുടെ ചെരുപ്പ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അമ്മയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ വേറൊരു കടയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾക്ക് സൂട്ടായതൊന്നും കണ്ടില്ല. അപ്പം നമ്മളങ്ങനെ തിരിച്ച് വന്നു. അപ്പം അങ്ങനെ നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എത്തി. പിന്നെ ഇത് അമ്മ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറിയതും ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ണ് നേരെ പോയി ഈ സ്വീറ്റ്സിലോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. അമ്മ വേഗം പോയി കാർട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സാധനങ്ങളൊക്കെ ഇടാൻ. അമ്മയാണ് കാർട്ട് എടുത്തെങ്കിലും വലിച്ചുകൊണ്ട് നടന്നത് ഞാനാണ്. പിന്നെ നമ്മൾ അങ്ങനെ കയറിപ്പോയതും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡൽഹി പോയപ്പോൾ ഓൾറെഡി കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മ കുറേ വീട്ടിലേക്കുള്ള എന്തൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എനിക്ക് വാങ്ങിയത് ഈ ഒരു ഹിപ്പി മാത്രമായിരുന്നു ഗൈസ്. പിന്നെ ലാസ്റ്റ് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെ ഈ കാർട്ട് ചെറുതാണെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അതിൽ സാധനങ്ങളൊന്നും കൊള്ളില്ല എന്ന് അറിഞ്ഞത് കൊണ്ടും ഞങ്ങളിത് വലിയ കാർട്ട് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തതായി വേറെ വന്നിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സെക്ഷനിലേക്കായിരുന്നു. അവിടെ അമ്മ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങുന്നുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് കാർട്ടും വലിച്ചുകൊണ്ട് എങ്ങോട്ടൊന്നല്ലേ, ഞാനിത് കുറേ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു നമ്മൾ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് കണ്ടാൽ വാങ്ങാതെ വരുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല, അത് കാരണം ഞാൻ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അമ്മയുടെ കൂടെ കുറച്ച് വീഡിയോസ് എടുത്തു. ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പുറത്തുപോയി വീഡിയോയിൽ വരാൻ. ഞാൻ നിർബന്ധിച്ച് കൂട്ടിയിട്ട് വന്നതാണേ. പിന്നെ അങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ കാർട്ടൊക്കെ നിറഞ്ഞു ഗൈസ്. പിന്നെ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നപ്പോൾ വീണ്ടും കുറേ ചോക്ലേറ്റ്സ് കണ്ടു ഗൈസ്. ഡയറി മിൽക്ക്, മൗസി, ബബ്ലി, ഡയറി മിൽക്കിൻ്റെ സിൽക്ക്, ഡയറി മിൽക്കിൻ്റെ ഓരോ എനിക്ക് കണ്ടിട്ട് കൊതിയായി. പിന്നെ ഞാനൊരു ഡയറി മിൽക്ക് ഓൾറെഡി എടുത്ത് കാരണം പിന്നെ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ അവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടൗൺ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ അമ്മ അങ്ങനെ പോയി വണ്ടി എടുത്തിട്ട് വന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായോ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും. സോ ടാറ്റാ ബൈ ബൈ, സീ യു.